കുന്നമംഗലം അയ്യങ്കാവ് ഗവൺമെന്റ് ഹൈസ്കൂളിന് മുന്നിൽ ദേശീയപാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ പ്രതിഷേധം. ഓട നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം സ്കൂളിന്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ അഴുക്കുവെള്ളം നിറഞ്ഞുകിടക്കുന്നതാണ് പ്രതിഷേധത്തിന് കാരണമാകുന്നത്. നഗരസഭ മുൻകൈയെടുത്ത് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചു വരുന്നതായി യോഗത്തിൽ പങ്കെടുത്ത ചെയർപേഴ്സൺ ഭാനുമതി രാജു അറിയിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും EKK കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും അശാസ്ത്രീയമായ ഓട നിർമ്മാണത്തെ തുടർന്ന് അയ്യങ്കാവ് ഗവൺമെന്റ് ഹൈസ്കൂളിന് മുന്നിലും പരിസര പ്രദേശങ്ങളിലും നാളുകളായി തുടരുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് അയ്യങ്കാവ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. അയ്യങ്കാവ് ഗവൺമെന്റ് ഹൈസ്കൂളിന് മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, മുനിസിപ്പൽ കൗൺസിലർമാരായ അരുൺ പി ബോബൻ, PR ഉണ്ണികൃഷ്ണൻ, ജോർജ് അമ്പാട്ട്, മുൻ കൗൺസിലറും മുൻ FIT ചെയർമാനുമായ R അനിൽകുമാർ, വിദ്യാപ്രസന്നൻ, ഹരിയൻ വൃന്ദാവൻ, കുത്തുവഴി സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK വർഗീസ്, അയ്യങ്കാവ് ഹൈസ്കൂൾ PTA പ്രസിഡന്റ് അനന്തകൃഷ്ണൻ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി ഷാബു കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് മനസ്സിലാക്കിയിടത്തോളം NH-കാരുമായിട്ട് സംസാരിച്ചു. അവരിവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു. 2 ഓപ്ഷനേ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളൂ. ഒന്ന്, നമ്മുടെ സ്കൂളിൻ്റെ ആ ഓട ഞാൻ പറഞ്ഞാണ് അത് മൂട്ടിയത്. എന്നോട് സ്കൂൾ അധികാരി ചോദിച്ചു, നഗരസഭയുടെ സ്കൂളാണ്, ഞാൻ പറഞ്ഞു തന്നെ അത് മൂട്ടിച്ചു. രണ്ടാമത്, ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ റോഡുണ്ട്. ഈ 2 റോഡിലും ഒന്നല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ 15ഓളം വീട്ടുകാർ താമസിക്കുന്ന റോഡ് പൊളിച്ചുകൊണ്ട് തന്നെ ഈ വെള്ളം ഒരു ഓട നിർമ്മിച്ച് താഴത്തേക്ക് വിടാനാണ് ഒന്നാമത്തെ ഓപ്ഷൻ വന്നിരിക്കുന്നത്. അത് പൊളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉറപ്പുവരികയാണ്. നഗരസഭ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാൻ ഉറപ്പു തരികയാണ്. പ്രതിഷേധ സംഗമത്തിൽ അയ്യങ്കാവിലെ വ്യാപാരികളും പരിസരവാസികളും നാട്ടുകാരും പങ്കെടുത്തു. വെള്ളക്കെട്ട് പ്രശ്നത്തിന് അടിയന്തരമായി ശാശ്വത പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അയ്യങ്കാവ് ജനകീയ കൂട്ടായ്മ അധികൃതരോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.